അത് എന്നോട് പറഞ്ഞത് രേവതിയാണെന്നാണ്. അതെ, അവർക്കാണ് അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ പിക്സ് എല്ലാം എടുത്തത്. പരമനാറി പട്ടി കഴിവേറടാ മോളെ. പക്ഷെ മമ്മൂക്കയും കാവ്യമാധവനും അവിടെ ഇരിക്കുന്ന സമയത്തും രഞ്ജിത്താണ് വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നെ വീടിന്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. ഇനി ഫൈറ്റ് തുടങ്ങാം. എവിടെയോ എന്തോ ഒരു തകരാറ്. ശേഷം പുള്ളി എന്നോട് അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. നേരെ സംസാരിച്ചപ്പം പുള്ളി എന്നെ പറഞ്ഞു, ഐ ലൈക്ക് യുവർ ഐസ്, ഐ ലൈക്ക് യുവർ ഫേസ്. പിന്നെ എന്നോട് പുള്ളി ന്യൂഡ് ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വളരെ വൾഗറായിട്ടുള്ള ഫാന്റസി കാര്യങ്ങളാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത്. പുള്ളി എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. അതിന്റെ അടുക്ക് എന്റെ കുറെ പിക്സ് എടുത്തു നേക്കഡ് ആയിട്ട്. അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു നടിയുടെ പേര് പുള്ളി പറഞ്ഞു. അവളുടെ പേര് അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന്. ചില പെൺകുട്ടികൾ ഇങ്ങനെ. അപ്പൊ നിന്റെ പിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, നല്ല ആംഗിൾ ആണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അത് പിന്നെ ശീലായി പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വി വെന്റ് ടു ദ ബെഡ്. എനിക്കൊരു നോ പറയാൻ അവിടെ ഓപ്ഷൻ ഇല്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? പിറ്റേ ദിവസം രാവിലെ പുള്ളി ടോട്ടലി വേറൊരാളായിരുന്നു. എനിക്ക് ക്യാഷ് എന്തെങ്കിലും വേണമെന്നാ ചോദിച്ചത്. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടവേള ബാബുവായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അയാളും എന്നോട് ന്യൂഡ് പിക്ചേഴ്സ് എന്നോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി.